രാഹുൽ ഗാന്ധി ജൻസിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് ആരും വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ ജൻസിയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം രാജ്യത്ത് ക്രിമിനലുകളെ വളർത്തണം എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാനാകില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ദേശീയ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങൾ, ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകളിൽ NDA സർക്കാരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജൻസിയെ NDA ഭീഷണിപ്പെടുത്തുന്നു, നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു, അതിന് സാധിക്കുകയില്ല എന്ന് എക്സൽ പങ്കുവച്ചൊരു കുറിപ്പിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്, അവരോട് പെരുമാറുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും രാഹുലിന്റെ മുന്നറിയിപ്പ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. അതാണ് രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ജൻസിയെ സപ്പോർട്ട് ചെയ്യണം. രാജ്യത്ത് എന്തുകൊണ്ടും യുവതലമുറ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനത്തിന്, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ആ ഒരു പോക്കിന് എന്തുകൊണ്ടും യുവജനത അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടിയാലോ അത് രാജ്യത്തിന് ഉപദ്രവമാവുകയില്ലേ എന്ന് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചിന്തിക്കാത്തത്? ക്രിമിനലുകൾക്ക് സപ്പോർട്ട് നൽകുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന കേന്ദ്രത്തിനെതിരെ നടത്തുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിത്ഷാ ജൻസിയെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ നിങ്ങൾക്കാകില്ല. ആദ്യം നിങ്ങൾ അവരെ തല്ലിയോടിച്ചു, ഇപ്പോൾ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുകയും അവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഭാവിയോട് എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യത്തിൽ കരുതലോടെ ഇരിക്കുക. നേരത്തെ ദേശീയ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് എതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് രജിസ്റ്റർ ചെയ്ത 13 FIRകൾ പിൻവലിക്കാനാണ് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന കർശന നിബന്ധനയും ഉത്തരവിലുണ്ട്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ സർക്കാർ ബഹുമാനിക്കുന്നുണ്ട് എങ്കിലും പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടുക, പൊതുമുതൽ നശിപ്പിക്കുക, അങ്ങനെ ചെയ്തവരോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഡൽഹി ആഭ്യന്തരമന്ത്രി ആശിഷ് സൂദ് വ്യക്തമാക്കിയിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള 2800ഓളം പേർ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതായി പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പ്രതിഷേധത്തിനെതിരായ പോലീസ് അതിക്രമങ്ങളിൽ മോദിയും അമിത്ഷായും രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരായ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് പാർലമെന്റിൽ വന്ന് വിശദീകരിക്കാൻ അമിത്ഷാ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. കുറ്റബോധം കാരണമാണ് അമിത്ഷാ വരാത്തത് എന്നും പോസ്റ്റിൽ രാഹുൽ അഭിപ്രായപ്പെട്ടു. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് അതിക്രമങ്ങളുടെ ചിത്രങ്ങളും ഈ പോസ്റ്റിനൊപ്പം രാഹുൽ ഗാന്ധി പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത്ഷാ രാജിവെക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും രാഹുൽ ഉന്നയിച്ചിരുന്നു. നീറ്റ് പ്രതിഷേധം അവസാനിച്ച ശേഷവും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്നത് പോലീസ് തുടർന്നിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് CJPയുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ്. പുതിയ കേസുകൾ ചുമത്തില്ലെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകി. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഈ ഉറപ്പിന് ശേഷവും കേസുകൾ പിൻവലിച്ചിരുന്നില്ല. ഒപ്പം പുതുതായി കേസുകൾ എടുക്കുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കുന്നതിന് പുറമെ പ്രതിഷേധത്തെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. സമരത്തെ പിന്തുണച്ച കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ കുറച്ചു ദിവസമായി പുറത്തുവരുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ ഭരണാധികാരികളെ ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം കത്തെഴുതിയിരുന്നു. ഭരണാധികാരികളെ ലക്ഷ്യം വെക്കുന്ന അപമാനകരവും അപകീർത്തികരവുമായ ഉള്ളടക്കം നീക്കം ചെയ്യണം എന്നാണ് കത്തിൽ പറയുന്നത്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും ഡൽഹി പോലീസ് എക്സിന് അയച്ച കത്തിൽ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.